ഈ പഴയ വീട്ടിൽ ഇതിൻ്റെ ഒരു സെൻട്രൽ മുറി ഹാളാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും കിടക്കുന്നത്. മുതലാളിയായിട്ടുള്ള എനിക്ക് കിടക്കാനായിട്ട് ഇത് ഈ ജനല കാണുന്ന ഒരു ചായ്പ് മുറി. അത് കശുവണ്ടി സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യും, ഞാനവിടെ കിടക്കുകയും ചെയ്യും. ഓ, എന്ത് രസമായിട്ടുള്ളൊരു കാലമായിരുന്നു. ഇന്നൊക്കെ ശരിക്കും ആലോചിക്കാൻ പോലും പറ്റില്ല. കാരണം ഈ റോഡൊന്നും അന്ന് കാര്യം ചെറിയൊരു കല്ലും ഇതൊക്കെ ഇത്ര നല്ല റോഡൊന്നുമില്ല. ഇതിങ്ങനെ ഫോറസ്റ്റിനോട് ചുറ്റുമുള്ള റോഡാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ നാട്ടുകാർ വന്നിട്ട് ഈ കശുവണ്ടി തോട്ടത്തിൽ കയറിയിട്ട് കളവും മോഷണമൊക്കെ ഉണ്ട്. അതൊരു വല്ലാത്ത കാലമായിരുന്നു ശരിക്കും. അങ്ങനൊരു കാലം കഴിഞ്ഞു. ഇത് തിരിച്ചു വരാത്ത ഓർമ്മകളാണ്. മല എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയൊരു പീക്കാണ്, അയിലമുടിച്ചി. ഇതാ കാണുന്ന പാറയുടെ മുകളിൽ കുറേ ആളുകളൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഞാൻ കശുവണ്ടി തോട്ടെടുത്ത സമയത്തും കുറേ ഒരു കപ്പിൾ, ഒരു ആണും പെണ്ണും കയറി ആത്മഹത്യ ചെയ്ത് അവിടെ ഉണങ്ങി പിടിച്ചിരുന്നു. ഫോറസ്റ്റുകാർ അത് ഒരുപാട് റിസ്ക് എടുത്തിട്ട് താഴേക്ക് കരക്കി കൊണ്ടുവന്ന്. ആ കാലം ഓർമ്മയുണ്ട്. എന്തായാലും നല്ല ഓർമ്മകൾ അവശേഷിക്കുന്നു. ദൈവം എത്ര നാൾ ആയുസ്സും ആരോഗ്യം തന്നതിന് സന്തോഷം. വർഷം 1998. ഈ കാണുന്നത് അയിലമുടിച്ചി കാട്. ഇത് 300, ഇതിൻ്റെ താഴ്വാരങ്ങളിലെ 300 ഏക്കറോളം സ്ഥലം ഒരു കശുവണ്ടിത്തോട്ടം, അയിലമുടിച്ചിത്തോട്ടം എന്ന് പറയുമായിരുന്നു. ഈ 98 കാലഘട്ടത്തിൽ ഞാനിവിടുത്തെ കശുവണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് കശുവണ്ടി കളക്ഷന് വേണ്ടിയിട്ട് ഓപ്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ അന്നേരം ഈ ഷെഡിൽ ഇതൊരു രാമേന്ദ്രേട്ടൻ പറഞ്ഞ ആളുടെ റബ്ബർ തോട്ടമാണ്. ഇപ്പോൾ റബ്ബർ വെട്ടിക്കളഞ്ഞ് വീണ്ടും പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാമേന്ദ്രേട്ടനൊക്കെ മരിച്ചുപോയി. ഇതായിരുന്നു ഞങ്ങളുടെ ഗോഡൗൺ, ഞങ്ങൾ താമസിച്ചിരുന്ന ഗോഡൗൺ. ഇത്തിരി വലുപ്പമുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ഗോഡൗൺ. അത് ഈ ഒരു 7 കിലോമീറ്റർ ദൂരത്തിൽ ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. അയിലമുടിച്ചിത്തോട്ടം വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ കശുവണ്ടിയൊക്കെ വെട്ടി റീപ്ലാന്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, മുറിച്ച് കളഞ്ഞു, മിക്കവാറും മുറിച്ചൊക്കെ കളഞ്ഞു. ഒരുപാട് ഓർമ്മകൾ അവശേഷിക്കുന്ന ഒരു വീട്. 10-20ഓളം വാച്ചർമാരും 10-30 പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ചോറ് അവർ കൊണ്ടുവരും. പിന്നെ അന്നൊരു കോണ്ടസ കാറുണ്ട്. ആ കാറിലാണ് പല സ്ഥലത്തു നിന്നും കശുവണ്ടി കളക്ട് ചെയ്ത് ഇവിടെ ഗോഡൗണിൽ കൊണ്ട് വയ്ക്കുന്നത്. ഒരു ബുള്ളറ്റും ഉണ്ട്. ബുള്ളറ്റിൻ്റെ ഫ്രണ്ടിൽ 100 കിലോളം വരുന്ന ചാക്കൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ഇത് കൊണ്ടുവരാറ്. ഓ, വല്ലാത്തൊരു സങ്കടമായിട്ടുള്ള, എന്നാലോ സന്തോഷം, അതീവ സന്തോഷം പോരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ദുരിതങ്ങളുണ്ടായിരുന്നു. ഈ തോട്ടത്തിൽ ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടാനായിട്ട് നായാട്ടുകാർ വരും. അവരെ പ്രതിരോധിക്കണം. കാര്യം ഫോറസ്റ്റുകാർ സഹായമുണ്ട്. എങ്കിൽ കൂടിയിട്ട് അതൊരു വല്ലാത്തൊരു ഹീറോയിസമായിരുന്നു. ഹീറോയിസം പറയുകയാണെങ്കിൽ കുറേയൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം മൊത്തം വേണ്ടി വരും. എങ്കിലും ഇതൊക്കെ കാണാൻ കഴിഞ്ഞത് വലിയ മഹാഭാഗ്യം.